തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സുഹൃത്ത് അശോക് നാട്ടിൽ നിന്നും. ഞങ്ങൾ ഡൽഹി ഒരു നാഷണൽ സാമൂഹികവും രാഷ്ട്രീയപരമായ എൻ്റെ ഞാൻ കണ്ട ഡൽഹിയുടെയും ദേശീയതയുടെയും അശോക് കണ്ട കേരളത്തിൽ നിന്ന് കണ്ട ദേശീയതയുടെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾ ഞങ്ങൾ മാറ്റിവെച്ച് നോക്കുകയാണ്. ഇത് നിങ്ങൾക്ക് താല്പര്യമായി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ തെക്കുവടക്ക് കമൻ്റ് ഇടുക. അതായത് അതാണ് ഞങ്ങളുടെ ഒരു പ്രോത്സാഹനം, ഞങ്ങൾക്ക് തരാനുള്ള ഒരു പ്രോത്സാഹനം. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ നാഷണൽ ഹൈവേ 2025 തന്നെ പൂർത്തീകരിക്കും എന്ന് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്ര ഹൈവേ മന്ത്രിയെ കണ്ടിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് എങ്ങനെ രാഷ്ട്രീയപരമായി, അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ആരും രാഷ്ട്രീയപരമായി അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നില്ല. BJP ആണെങ്കിലും ഇടതുപക്ഷ സർക്കാരാണെങ്കിലും. അശോക്, ഇത് കാണിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് സർക്കാരും ചെയ്യേണ്ട സംഗതികൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഇത് 20 വർഷം കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ള ഒരു സംഗതി നടക്കുന്നത്. 20-25 വർഷമായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നല്ല റോഡുകൾ ഉണ്ടായി കഴിഞ്ഞു, നാഷണൽ ഹൈവേകൾ ഉണ്ടായി. അതില്ലാതെ അവസാനം കേരളത്തിൽ വന്നപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയവരൊക്കെ നിരാശരായിരിക്കുകയാണ്. ഇതിൽ നിന്നുള്ള പാഠം എന്താണ് അശോകന് തോന്നുന്നത്, രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും? ഇതെന്ന് പറയുന്നത് NH 66 നാഷണൽ ഹൈവേ 66 എന്ന് പറയുന്ന പനവേൽ തൊട്ട് കന്യാകുമാരി വരെയുള്ള 1400 ഇഷ്ടം കിലോമീറ്റർ ആണ് എന്നാണ്. 1400 കിലോമീറ്ററോളം ഉണ്ട് ഡിസ്റ്റൻസ്. അതിലെ ഏറ്റവും വലിയ ദൂരം കേരളത്തിലൂടെയാണ്. 678 കിലോമീറ്റർ കേരളത്തിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. തലപ്പാടി തൊട്ട് പാറശാല വരെയുള്ള 678 കിലോമീറ്റർ. അതിനിടയ്ക്ക് 6-7 മറ്റ് ഹൈവേകളുമായിട്ട് ഇത് ചേരുന്നുണ്ട്. ഇത് ചെറിയ പറഞ്ഞ പോലെ 20 വർഷം മുമ്പേ, അതായത് 2005, 20 വർഷം മുമ്പെന്ന് പറയുമ്പോൾ 2005 കാലഘട്ടത്തിൽ തന്നെ ഇത് വരേണ്ടത് ആയിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചും പിന്നെ ജനങ്ങളുടെ പ്രതിഷേധം എന്ന് എനിക്ക് അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. ജനം എന്ത് കാര്യത്തിന് പ്രതിഷേധിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പോക്കറ്റ് കക്ഷികൾ കേരളത്തിലുണ്ട്. അവിടെയാണ് ജനങ്ങളുടെ പ്രതിഷേധം. എനിക്ക് അതിൽ പ്രതിഷേധമുണ്ട്. ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരാണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇടതുപക്ഷം ഇത് മാറി ചെയ്തോണ്ടിരുന്നില്ലേ? അതെ, അവരിത് മാറി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഇപ്പൊ ഗോവയ്ക്കും കേരളത്തിനും സമാനമായ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യ വ്യാപ്തി കൂടുതലാണ്. കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ തന്നെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റായിരുന്നു, നമ്മുടെ ഡിസ്ട്രിക്റ്റായിരുന്നു ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്. പണ്ട് മുതലേ നമ്മുടെ സാമൂഹ്യ വിജ്ഞാനത്തിലൊക്കെ പറയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ സാന്ദ്രമായ ജില്ല ആലപ്പുഴ. അപ്പം ജനസാന്ദ്രത കൂടിയ ഗോവയിലും ഇതുപോലെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവര് ഈ പനവേൽ മംഗലാപുരം സെക്ടറിൽ നമുക്ക് മുമ്പേ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. അവിടെ നമ്മൾ ആലോചിക്കണം, അവിടെ BJP ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നീട് കേരളത്തില് ഈ താങ്കൾക്ക് ഇഷ്ടപ്പെടത്തില്ല, മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ട് അത് നടപ്പാക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുകയും അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് കൊണ്ട് ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോയി. അപ്പം അതിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ നോക്കിയിരുന്നത് പോലെ ഒരുപാട് കടന്നലുകൾ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഹൈവേയില് ഇടിച്ചിലുണ്ടായത്. വിള്ളൽ വീണല്ല, ഇടിച്ചില് 2-3 സ്ഥലങ്ങളില് ഇടിച്ചിലുണ്ടായി എന്ന് പറഞ്ഞാൽ ഏത്
കൺസ്ട്രക്ഷൻ, ഏത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇത്തരം കാഷ്വാലിറ്റികൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് പക്ഷേ കേരളത്തിൽ കണ്ട ചിത്രം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുവരെ അതിൻ്റെ എന്താണ് മേന്മ അല്ലെങ്കിൽ അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ടിരുന്ന രണ്ട് മുന്നണികൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അതിനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എന്താ പറയുന്ന ഈ പോക്കറ്റ് പൊളിറ്റീഷ്യൻസ് പെട്ടെന്ന് രംഗത്ത് വന്നു. അവരെ സഹായിക്കാനായിട്ട് മാധ്യമ ചിയർ ബോയ്സും ചിയർ ഗേൾസും കൂടെ രംഗത്തെത്തി. അവരിതിനെപ്പറ്റി വളരെ എന്താണ് ജനങ്ങളിലേക്ക് അങ്ങനെ ആവി അടിച്ചു കയറ്റുന്ന വാർത്തകളും അതിൻ്റെതായ പ്രൊപ്പഗൻഡകളും ഒക്കെയാണ് നടത്തിയത്. ഈ കേരളത്തിന്റെ അവസ്ഥ, കേരളത്തിലെ PWD എന്ന് പറയുന്നത് അവരുടെ ടെക്നിക്കൽ ക്വാളിറ്റിയെ പറ്റി എനിക്ക് യാതൊരു അഭിപ്രായമില്ല. മാത്രം കേരളത്തിലെ PWD എഞ്ചിനീയർമാരുടെ കാര്യം മാത്രമല്ല, കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവര്, സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവര് ജോൺ സ്മിത്തിന്റെ സിലബസാണ് പഠിക്കുന്നത്. അതായത് ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ആളാണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ പിതാവ്. അദ്ദേഹം പഠിച്ച സിവിൽ എഞ്ചിനീയറിംഗ് ഇപ്പോഴും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിക്കുന്നുള്ളൂ. അതാണ് അവർക്ക് ഇതിനെ എത്രമാത്രം അവലോകനം ചെയ്യാനും ഈ പറയുന്ന പാതയ്ക്ക് ആധുനികമായ സജഷൻസ് കൊടുക്കാൻ ഒക്കും എന്നാണ് സംശയമുണ്ട്. അതുപോലെ അതല്ലല്ലോ അവരുടെ ജോലി. നമ്മളൊക്കെ ഈ PWD എഞ്ചിനീയർമാരുടെ ജോലി കോൺട്രാക്ട് കൊടുക്കുക, അതിനുള്ള കപ്പം മേടിച്ച് രാഷ്ട്രീയക്കാരൻ കൊടുത്ത് എല്ലാരും വീതിച്ച് തിന്നുക എന്നുള്ള ഒരു അതാണല്ലോ ഇതിനെപ്പറ്റിയുള്ള. അത് പണി അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. അവർക്കറിയാവുന്ന പണി അവർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ച് പുരോഗമിക്കാത്ത ഈ സാങ്കേതിക വിദഗ്ധർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ പലതും സംഭവിക്കും. ഈ എന്താണ് നമ്മളെ ട്രിവാൻഡ്രം വാട്ടർ വർക്ക്സ് നിർമ്മിച്ചിട്ട് ഏതാണ്ട് 100 വർഷത്തിന് മേളിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും ട്രിവാൻഡ്രം വാട്ടർ വർക്ക്സിന്റെ അങ്ങനെ സാരമായ വിഷയമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആർട്ട് ഓഫ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് CPIയുടെ വാട്ടർ വർക്ക്സിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും ഇപ്പോഴും കരമനയാറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അവിടെ പ്യൂരിഫൈ ചെയ്ത് ട്രിവാൻഡ്രം സിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനോട് വാട്ടർ അതോറിറ്റി കൂട്ടിച്ചേർത്ത വിഷയങ്ങൾക്ക് മാത്രമാണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് സാങ്കേതിക വൈദഗ്ധ്യതയുടെ ഒരു പ്രശ്നമാണ്. ഈ സാങ്കേതിക വിദഗ്ധർ, അതായത് PWD ആണ് ആ ഒരു റോഡ് പണിയുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പ്രിക്കോഷൻസ് എടുക്കണം, അതിന്റെ ഇപ്പം ചിയർ ബോയ്സും ചിയർ ഗേൾസും പറയുന്നത് പോലെ അതിന്റെ DPR മറ്റ് തുടങ്ങിയ കുറെ സാങ്കേതിക ജാർഗൺസ് ഉപയോഗിക്കുകയല്ല വേണ്ടത്. ഞാനൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് കണ്ടു, എന്തിനാണ് ഇത് ചരിച്ചു പണിതത്, തൂണെ പണിതാ പോലെ എന്നാണ്. ഈ ചരിച്ചു പണിതത് എന്തിനാണെന്ന് ആ മാധ്യമ പ്രവർത്തകൻ അയാളുടെ ക്യാമറയുടെ ഫോക്കസിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലത്തല്ലാതെ അയാൾ പോകാറില്ല. അയാൾ ഇത് നടന്നു നോക്കിയിട്ടില്ല. എനിക്കും ഒരുപക്ഷെ ചെറിയതിനൊക്കെ സോഷ്യൽ മീഡിയയിൽ മാധ്യമപ്രവർത്തകനാണ്. സോഷ്യൽ മീഡിയ ഇഷ്ടംപോലെ മാധ്യമപ്രവർത്തകനുണ്ട്. അല്ല, അത് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഉദ്ദേശിച്ച ആള് വിനു വി ജോൺ അല്ലെങ്കിൽ പോലും വിനു വി ജോൺ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് മുഖ്യമന്ത്രി ഗഡ്കരിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു മൊമെന്റോ കൊടുത്തു. ഇത് കഥകളിയുടെ മൊമെന്റോ കൊടുത്തപ്പോൾ അതിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന കുറിപ്പെന്ന് പറയുന്നത് റോഡ് ഇടിഞ്ഞതിന് കൊടുത്ത മൊമെന്റോ ആണോ? ഇതാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇത് മറ്റൊരു മാധ്യമ പ്രവർത്തകനാ. ചിലർക്ക് ഈ അവരിങ്ങനെ പണ്ട് പറയത്തില്ലേ, ഒരു സംഗതിയെ പറ്റി എതിർത്ത് അതൊരു ബ്ലൈൻഡ് ഓപ്പോസിഷൻ ആകുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ബ്ലൈൻഡ് ഓപ്പോസിഷൻ അല്ല,
ഒപ്പോസ് അത് ചെയ്യേണ്ടതിനെ അത് ചെയ്യണം. തലച്ചോറ് അല്ല അതിന്റെ തലച്ചോറ് ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ KM എബ്രഹാമിന്റെ കാര്യത്തിലാണ്. KM എബ്രഹാമിനെ പറ്റി അവർ 4 അന്തി ചർച്ച ചെയ്തു. അതിലെല്ലാവരും വന്ന് KM എബ്രഹാമിനെ തൂക്കിക്കൊല്ലണം എന്നുള്ള പറഞ്ഞു. അപ്പൊ ഞാനന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് KM എബ്രഹാമിനെ പോലെ സഹാറ എന്ന വലിയൊരു മണി ലോണ്ടറിങ് ഓർഗനൈസേഷനെ തീർത്തു കൊടുത്ത ആള് കൊല്ലത്ത് ഒരു എന്തോ ഒരു ഇതുണ്ടാക്കി എന്ന് പറഞ്ഞ്, കൊമേഴ്സ്യൽ കോംപ്ലക്സ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്രൂശിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് കോടതിയിൽ, മേൽക്കോടതിയിൽ നിൽക്കുമോ. അതുപോലെ തന്നെ സംഭവിച്ചു. സുപ്രീം കോടതിയിൽ എങ്ങനെ കേസെടുക്കാൻ നിങ്ങൾക്ക് പറ്റും? അദ്ദേഹം ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്ന മനുഷ്യനാണ്. നിങ്ങൾ സർക്കാരിന്റെ പെർമിഷൻ മേടിച്ചോ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നതിന് മുമ്പേ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എങ്കിൽ ആ കേസ് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഇത് ബേസിക് സംഗതിയാണ്. ഇതൊക്കെ ഇത് അറിയാതെ 4 അന്തി ചർച്ച ചെയ്യുക പറഞ്ഞാല് ദിസ് ഈസ് എ ബ്ലൈൻഡ് ഓപ്പോസിഷൻ. അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത് ആ കാര്യത്തിലൊക്കെ. അത് ആര് ചെയ്താലും, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആര് ചെയ്താലും അത് ബ്ലൈൻഡ് ഓപ്പോസിഷൻ മാത്രമാണ്. അത് ഈ ഞാൻ പറഞ്ഞത് KM എബ്രഹാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ആളുകളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു എന്താണ് റിസൾട്ട് വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു മേലുദ്യോഗസ്ഥനാണ്. പിന്നെ ഒരു ടോട്ടൽ വർക്കോളിക്കാണ്, ഫയല് പഠിച്ചിട്ട് ചെയ്യും. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ. ഫയല് പഠിച്ചിട്ട് പിന്നെ ആരെയെങ്കിലും വ്യക്തിപരമായിട്ട് ഉപയോഗിച്ചൊരു ചരിത്രം, അദ്ദേഹത്തിന് 10-30 വർഷത്തെ IAS സർവീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആലപ്പുഴ ജില്ലാ കളക്ടർ ആയിരുന്നു. അപ്പം സമയത്ത് കുട്ടനാട്ടിലെ ഒരു റോഡിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ റോഡിന്റെ ഇഷ്യൂവില് അദ്ദേഹം ഈ ബന്ധപ്പെട്ട കളക്ടറേറ്റിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥന് അതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, റോഡ് നന്നാക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അമിക്കബിൾ ആയിട്ട് തീരും. ഇല്ലെങ്കിൽ എന്താണ് മറ്റേ ശിക്ഷണ നടപടികളിലേക്ക് പോകും. ആ കക്ഷി ബന്ധപ്പെട്ട് കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് റോഡ് പുനർനിർമ്മിച്ചു കൊടുത്തു എന്നാണ് എന്റെ അറിവ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന, അതായത് എന്തിനാണ് അവിടെ ഹൈവേ എന്തിനാണ് അതിനെ ചരിച്ച് ചെയ്യുന്നത്? മറ്റേ എന്താണ് തൂക്കായിട്ട് ഹൈവേ പണിതുകൂടെ? ഇവര് കയ്യാല കണ്ടിട്ടില്ല. കയ്യാല നമ്മുടെ കാലത്ത് കയ്യാല എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് തൂക്കായിട്ടല്ല പണിയുന്നത്, ചരിച്ചാണ് പണിയുന്നത്. അപ്പൊ അത് അവരുടെ ഓർമ്മ വന്നില്ല. ചരിച്ച പണിയാൻ പറ്റുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അടിവശം വീതി അതിന്റെ, എന്നിട്ട് ഈ കയ്യാലയുടെ പുറത്തൂടെ നടക്കാൻ പറ്റും. അല്ല, അത് അറിയാൻ വയ്യാത്തതുകൊണ്ട് പറ്റുന്നതാണ്. അറിയാൻ വയ്യാതെ. ഇനിയും കോട്ടക്കലിലെ ഇവരെ, ഞാൻ പറയുന്ന റിപ്പോർട്ടർക്ക് ഇതൊക്കെ ചെയ്യാം. പക്ഷെ മേലിലിരിക്കുന്ന എഡിറ്റർ എന്ന് പറയുന്ന കക്ഷികൾ ഇതൊക്കെ നോക്കേണ്ടതാണ്. ഞാൻ അതിനകത്ത് കാലമൊക്കെ പോയി. അതാണ് പ്രശ്നം. ആ കാലമൊന്നും ഇല്ല. അപ്പൊ സോഷ്യൽ മീഡിയ പോലെ ആയി മെയിൻ ലൈൻ മീഡിയയും. അതാണ് പ്രശ്നം. സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഈ ഇല്ല, കോട്ടക്കൽ ഭാഗത്ത് എന്തുകൊണ്ട് മണ്ണിടിച്ചിലുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പണ്ട് കാലത്ത് നമ്മൾ കോട്ടക്കൽ വഴി പോകുമ്പോൾ അങ്ങോട്ട് കോഴിക്കോടിന് പോകുന്ന വഴിക്ക് വലതുവശത്തൊരു മല കാണാമായിരുന്നു. കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മല ചെത്തിയതുപോലെയാണ് കാണുന്നത്. അപ്പൊ വളാഞ്ചേരിയില് ഞാൻ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഇതിനെപ്പറ്റി ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ആ മലയിൽ നിന്നും മല വാർന്നെടുത്ത് ഒരു വിദേശ രാജ്യത്ത് കൊണ്ടുപോയിട്ട് എന്താണ് ജൈവ ബെഡ്, അതായത് അവിടെ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട്, അവിടുത്തെ മണ്ണ് കൃഷിക്ക് അനുയോജ്യമല്ലാത്തത് കൊണ്ട് ഈ മണ്ണ് വിരിച്ച് ആണ് അവിടെ കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കയറ്റി വെച്ചതാണെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു വിഷയം, അതായത് കുറെ കാലം നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ ചുവന്ന മതില്, കോഴിക്കോടിന് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്കൊരു വലിയ ചുവന്ന മതില് പോലെ ഒരു സംഗതി കുറെ കാലം കാണാമായിരുന്നു. ഇത്
ഇതിന്റെ ഇമ്പാക്റ്റ് ഈ റോഡ് നിർമ്മാണത്തില് നമ്മളുടെ ഈ ഭൂമി പാളികൾ എന്ന് പറയുന്ന വളരെ എന്താണ് വളരെ ദുർബലമാണ്. അത് തെന്നി മാറാൻ എളുപ്പമുള്ളതാണ്. ഇതിന്റെ ഈ മെക്കാനിക്സ്, അതായത് ജിയോ ലേയേഴ്സിന്റെ മെക്കാനിക്സ് അത് സ്റ്റഡി ചെയ്തിട്ടില്ല. അത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ട്. അപ്പം കോട്ടക്കൽ ഭാഗത്ത്, അതായത് കോഴിക്കോട് തൊട്ട് ഉള്ള തെക്കോട്ട് വരുന്ന ഭാഗത്ത് ജിയോ മെക്കാനിക്സ്, അത് ആ ഒരു പർട്ടിക്കുലർ ജിയോ മെക്കാനിക്സ് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ആലപ്പുഴ ഭാഗത്ത് വരുമ്പോൾ ആലപ്പുഴയിലും പിന്നെ ഗോവയുടെ ചില ഭാഗങ്ങളിലുമാണ് അറബിക്കടലിനോട് ഏറ്റവും അടുത്ത് ഈ റോഡ് വരുന്നത്. അവിടെ ഉണ്ടാകുന്ന ആ വിഷയം എന്ന് പറയുന്നത് ഈ ഭൂമി അങ്ങോട്ട് ഇരുത്താനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ ഈ വിധ വിഷയങ്ങളൊക്കെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ. ആ വിഷയങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ വളരെ പെറ്റി പൊളിറ്റിക്സ്, അതിൻ്റെ അകത്ത് പെറ്റി പൊളിറ്റിക്സ് ആണ് അത് അഡ്രസ് ചെയ്യേണ്ടി വന്നു. ഇപ്പം അതുകൊണ്ട് എന്ത് പറ്റി? ഇപ്പൊ ആർക്കും ഉത്തരവാദിത്വം ഇല്ല, ആകെപ്പാടെ അവകാശവാദങ്ങൾ മാത്രമേ ഉള്ളൂ. ഉത്തരവാദിത്വം ഇല്ലാതല്ല, ഉത്തരവാദിത്വം രണ്ട് കൂട്ടർക്ക് ബോധ്യമായിട്ടുണ്ട്. പിന്നെ 2026 2025 ഡിസംബർ മാസത്തിൽ ഹൈവേ പൂർത്തീകരിച്ച് 1-ാം തീയതി കേരള ജനതയ്ക്ക് പുതുവത്സര സമ്മാനമായിട്ട് നൽകുമെന്നാണ് മന്ത്രി പറയുന്നത്. വളരെ നല്ല കാര്യം, അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള നടപടിക്രമം കൂടെ ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക്. അതായത് ഇത് ഞാൻ അതിനെ കാണുന്നത് ഇങ്ങനെയാണ്: 25 വർഷം മുമ്പ് ചെയ്യേണ്ട സംഗതി 25 വർഷത്തിന് ശേഷം ചെയ്യുന്നു. അത് ഇച്ഛാശക്തി കൊണ്ടാകാം, വേറെ എന്തെങ്കിലും ഗതികേട് കൊണ്ടാകാം എന്നൊക്കെ പറയാം. ഇച്ഛാശക്തിയും ഗതികേടും ഒരേ നാണയത്തിന്റെ രണ്ട് ഭാഗങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും പറയാം. അങ്ങനെ പറയുമ്പോൾ പ്രകൃതിയുടെ ആവശ്യം എന്നൂടെ ഞാൻ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാം. പ്രകൃതിയുടെ ഒരു നിശ്ചയം അങ്ങനെ വന്നു. അങ്ങനെയാണ് കേരളത്തിൽ പല കാര്യങ്ങളും വന്നത്. ഇച്ഛാശക്തിയും ഗതികേടും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ നടന്നു. ഞാൻ പറയുന്നത് ഇതാണ്: ഇതിനെ പിടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പറയുന്ന ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന വൃത്തികേട് അത് ഇതോടെ തീർന്നു എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യണം, 25 വർഷത്തിന് നടക്കേണ്ട സംഗതി നടന്നു. അത് ഞാൻ നടത്തി, നിങ്ങൾ നടത്തി. അത് ആലപ്പുഴയിലെ ബൈപ്പാസ് വന്നപ്പോൾ ഒരു ഫോട്ടോ വന്നിരുന്നു. ആലപ്പുഴ ബൈപ്പാസ് തുടങ്ങിയപ്പം ദുബായ് എങ്ങനെ ഇരുന്നു, ഇപ്പോൾ ദുബായ് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞൊരു പിക്ചർ വന്നിരുന്നു. അത് ഇതുപോലെ 25 കൊല്ലം കൊണ്ട് പുറത്ത് ആലപ്പുഴ ബൈപ്പാസ്. അപ്പൊ ഇത് നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ പൊതുബോധത്തിന്റെയും സാമൂഹ്യ ബോധത്തിന്റെയും വികസനത്തെ കുറിച്ചുള്ള നമ്മളുടെ തീർത്തും ഐ തിങ്ക് നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് എന്ന് പറയേണ്ടി വരും. ഇത് നിർത്തേണ്ട സമയമായി. കേരളത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഉണ്ടെന്നും അവബോധമുണ്ടെന്നും രാഷ്ട്രീയ ബോധമുണ്ടെന്നും പറയുന്നവരെ ഇത് നിർത്തി നാടോടുമ്പോൾ നടുവേ ഓടാൻ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ UP-യിലും ബീഹാറിലും പോലും നല്ല റോഡുകൾ വന്നു കഴിഞ്ഞു. നമ്മൾ ബീഹാർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന അവിടെ പോലും നല്ല റോഡുകൾ പണ്ടേ വന്നു കഴിഞ്ഞു, 10, 15, 20 വർഷം മുമ്പ്. ഇതില് നമ്മളെ ഒരു കാര്യം, അതായത് കേരളത്തിലെ ഭൂരിപക്ഷം ജനതയ്ക്കുള്ള ഒരു ഗുണം എന്ന് പണ്ട് പറയുമായിരുന്ന ഈ പറയുന്ന വാർത്തകൾ അറിയാനും വാർത്ത വായിക്കാനും കേൾക്കാനും ഒക്കെ ഉള്ള ആ ഔത്സുക്യം, അത് ഉണ്ടാക്കിയ ഒരു കുഴപ്പമാണ്. പിന്നീട് ഇത് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പുറത്തറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊപ്പഗൻഡയിൽ വരുന്ന കാര്യങ്ങളൊന്നും അല്ല യാഥാർത്ഥ്യമെന്ന് ജനത്തിനറിയാം. പക്ഷേ അത് നമുക്കത് പുറത്തു പറയാൻ ജനത്തിന് വയ്യ, പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പെർസിക്യൂട്ട് ചെയ്യപ്പെടും. ഇപ്പൊ നമ്മൾ സത്യസന്ധമായിട്ട് പറയുക, ഇതല്ല വാർത്ത പോട്ടെ, ഇതല്ല യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ അകത്ത് പലവിധ
പോക്കറ്റ് പൊളിറ്റിക്സുകളും പിന്നെ എന്താണ് ഇൻസൾട്ടുകളും ഒക്കെ അതിന്റെ കൂടെ എല്ലാം കയറി വരും. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ എന്താണ് ഈ മതം ഉപയോഗിക്കേണ്ടടുത്ത് മതം, ഹൈവേയുടെ കാര്യത്തിൽ പല സ്ഥലങ്ങളിലും മതം കയറി ഇടങ്കോലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് പൈപ്പിന്റെ കാര്യത്തിലും മതങ്ങൾ വന്നിരുന്നില്ല. അല്ലെ, അത് ബുദ്ധി, അതിന് എനിക്ക് തോന്നുന്ന നമ്മളൊക്കെ വളരുമ്പോൾ ആൾക്കാർ ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ച് കുരുട്ടു ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളൊരു അത് എല്ലാ കാലത്തും വളരെ കുരുട്ടുബുദ്ധി ഉപയോഗിക്കുന്ന വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. അവര് ബാക്കിയുള്ളവരെ കൂടെ ഭയപ്പെടുത്തി നിർത്തുന്ന പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് കേരളത്തില്. അതുകൊണ്ട് ജനം ഈ കാണുന്നതും കേൾക്കുന്നതൊക്കെ എന്ത് കുന്തമെങ്കിലും ആയിക്കോട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, ഇതൊക്കെ പോട്ടെ എന്നുള്ളൊരു മട്ടിലിരിക്കുന്നതാണ് ഈ പ്രശ്നം. ആ ഭയത്തിൽ നിന്ന്, ആ ഉൾഭയത്തിൽ നിന്നും അവർക്ക് ഒരു ആത്മവിശ്വാസം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ കേരളത്തിന്റെ അവസ്ഥയ്ക്ക് ഒരുപാട് മെച്ചം ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതന്നെ, അതൊരു പോസിറ്റീവ് ചിന്തയില് നമുക്ക് ഈ ചർച്ച നിർത്താം. നന്ദി, നമസ്കാരം.